മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കാണുന്ന CPMന് തലവേദനയായിരിക്കുകയാണ് മക്കൾ വിവാദങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുതൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വരെയുള്ള ഉന്നത നേതാക്കളുടെ മക്കൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന CPMന് വെല്ലുവിളി തന്നെയാണ്. വിവാദങ്ങളിൽ നിന്നും കരകയറാനും പാർട്ടി അണികൾക്കിടയിൽ തന്നെ ഉണ്ടാകുന്ന സംശയങ്ങൾ ദൂരീകരിക്കാനും കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് CPM നേതൃത്വം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ പാർട്ടി ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും മറ്റുള്ള നേതാക്കളുടെ മക്കൾക്കെതിരെ പരാതികൾ വരുമ്പോൾ അത്തരമൊരു പ്രതിരോധം ഉണ്ടാകുന്നില്ല എന്നും നേതാക്കൾക്കിടയിൽ അഭിപ്രായമുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനും കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽ ലിമിറ്റഡുമാണ് ഈ സർക്കാരിൻ്റെ ഭരണകാലത്ത് ഏറെ ചർച്ചകൾക്ക് കാരണമായത്. വീണ വിജയൻ കരിമണൽ കമ്പനിയായ CMRL നിന്ന് 1,72,00,000 രൂപ മാസപ്പടി വാങ്ങിയെന്നുള്ള ആരോപണം വലിയ രാഷ്ട്രീയ കോളിളക്കമാണ് സൃഷ്ടിച്ചത്. ഈ കേസിൽ കേന്ദ്ര ഏജൻസിയായ SFIOയുടെ കുറ്റപത്രം കൂടി സമർപ്പിച്ചതോടെ വിഷയം കൂടുതൽ ഗൗരവമായി. അന്വേഷണവും ചർച്ചകളും ഇപ്പോഴും നടക്കുന്നത് പാർട്ടിയെ സാരമായി തന്നെ ബാധിക്കുന്നുമുണ്ട്. മുൻ മന്ത്രിയും ഇടതുമുന്നണി കൺവീനറുമായിരുന്ന EP ജയരാജൻ്റെ മക്കളായ ജെയ്സൺ രാജനും ജിജിത് രാജനുമെതിരെ ഒന്നിലധികം ആരോപണങ്ങളാണ് ഉയർന്നു വന്നത്. കണ്ണൂരിലെ ആയുർവേദ റിസോർട്ട് വിവാദം, സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷുമായുള്ള ബന്ധം, ലൈഫ് മിഷൻ അഴിമതിയിലെ പങ്ക് എന്നിവ ജെയ്സണുമായി കൂട്ടിച്ചേർത്ത് ആരോപണങ്ങളായപ്പോൾ EP ജയരാജൻ BJP ചർച്ചകൾക്ക് ഇടനിലക്കാരനായത് മകൻ ജിജിത്ത് ആണ് എന്നുള്ളതായിരുന്നു പ്രതിപക്ഷ പ്രചാരണം. BJP നേതാവ് ശോഭാ സുരേന്ദ്രനും ഇതേ ആരോപണം തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വ്യവസായ മന്ത്രിയായിരുന്ന EP ജയരാജന് മന്ത്രിസ്ഥാനം നഷ്ടമായതും ഒരു ബന്ധു നിയമന വിവാദത്തിൽ തന്നെയായിരുന്നു. PK ശ്രീമതിയുടെ മകനായ സുധീർ നമ്പ്യാരെ പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ MD-ആയി നിയമിച്ചതായിരുന്നു വിവാദമായത്. ഏറെ ചർച്ചകൾക്ക് ശേഷമാണ് EP ജയരാജൻ രാജിവെച്ചത്. സംസ്ഥാന കമ്മിറ്റി അംഗവും മുതിർന്ന നേതാവുമായ P ജയരാജൻ്റെ മകൻ ജെയിൻ രാജന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ട് എന്നായിരുന്നു പാർട്ടിക്കകത്തു നിന്ന് ആരോപണം ഉയർന്നത്. കള്ളക്കടത്ത് പണം ഉപയോഗിച്ച് കൂറ്റൻ വീട് നിർമ്മിച്ചു എന്നുള്ള ആരോപണവുമായി യൂത്ത് കോൺഗ്രസും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. നിര്യാതനായ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളും CPMന് സൃഷ്ടിച്ച തലവേദന ചെറുതൊന്നുമല്ല. മികച്ച നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ പ്രതിച്ഛായയെ തന്നെ പ്രതികൂലമായി ബാധിച്ചതായിരുന്നു മക്കളായ ബിനോയ്ക്കും ബിനീഷിനുമെതിരെ ഉയർന്ന കേസുകൾ. ബിനോയ്ക്കെതിരെ ദുബായിലെ സാമ്പത്തിക തട്ടിപ്പ് കേസും പീഡന പരാതിയും ഉയർന്നപ്പോൾ ബിനീഷ് മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രതിയായത്. ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ മകൻ ശ്യാംജിത്തിന് അവതാരങ്ങളുമായി ബന്ധമുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി തലശ്ശേരി സ്വദേശി ഷെർഹാദ് പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതിയാണ് വീണ്ടും പാർട്ടിയെ മക്കൾ വിവാദങ്ങളിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത്.